നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷകളിൽ ചോദിച്ച 2025-2026 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതു മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കോൾഡ്രിഫ് സിറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, UAE ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നെഗ്ലേറിയ ഫൗലേറിയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബ നെഗ്ലേറിയ ഫൗലേറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 21 ലക്ഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മമ്മൂട്ടിയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം മമ്മൂട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ തൂഫാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് AG ശങ്കരപ്പിള്ളയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, AP അനിൽകുമാർ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിംഗ് ഏതാണ്? ഒന്നുകൂടെ നോക്കാം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിംഗ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, യശോദയും കൃഷ്ണനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, AK ബാലസുബ്രഹ്മണ്യൻ. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ബി ആണ്, പറവൂരാണ്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം പറവൂരാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീ K മുരളീധരനാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരനാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹമായി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. അന്തരീക്ഷ വായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാൻ സാധിക്കുന്നു, ശരിയാണ്. വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നു, ശരിയാണ്. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നു, അത് മൂന്നും ശരിയാണ്.
ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് ഓപ്ഷൻ എ ആണ്. 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. ബാക്കിയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസിലാണ്. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബ്ലാക്ക് ഹോളുകളുടെ ലയനം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ജ്ഞാനേഷ് കുമാറാണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ജ്ഞാനേഷ് കുമാറാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.